2021 ഏപ്രിൽ 15 ഞാൻ ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറിയത്. അതിനുശേഷം പ്രാക്ടിക്കും ചെയ്തു. അതിനുശേഷം ഒക്ടോബർ 1 ഹൗസ് ബിൽഡിങ്ങിന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മാസത്തിനുള്ളിൽ എൻ്റെ ഹൗസ് ബിൽഡിങ് തീരുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങളിൽ തോറ്റു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ എൻ്റെ ഈ 3 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നി നിങ്ങളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് തോന്നി. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ജർമ്മൻ ഫീൽഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നിറങ്ങിയ ദിവസം ഞങ്ങളുടെ എംപ്ലോയറാണ് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ബീറ്റ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്ന് എംപ്ലോയർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി, വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ പഠിച്ച ജർമ്മൻ അല്ല ഇവർ സംസാരിക്കുന്നത്. ആ ഒരു ദിവസമാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ പഠിക്കുന്ന ജർമ്മനും സംസാരിക്കുന്ന ജർമ്മനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ പോകുന്ന ഓരോരോ സ്ഥലത്തിനും അവരുടേതായ ഡിയലക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പയ്യെ ഞാൻ ലാംഗ്വേജ്, ഈ ഡിയലക്റ്റൊക്കെ മനസ്സിലാക്കി തുടങ്ങി. ആദ്യം ഞാൻ എൻ്റെ ലാംഗ്വേജ് പഠിപ്പിച്ച ടീച്ചറിന് മെസ്സേജ് അയച്ചു, നിങ്ങൾ പഠിപ്പിച്ചിരുന്നത് തെറ്റായിട്ടുള്ള ജർമ്മനാണ്, ഇവിടെ ആരും തന്നെ അങ്ങനെ സംസാരിക്കുന്നില്ല. പിന്നീടാണ് എനിക്ക് ഈ ഹോക്ഡോയ്ച്ചും ഈ നമ്മൾ സാധാരണ സംസാരിക്കുന്ന ജർമ്മൻ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായത്. നമ്മൾ പഠിക്കുന്ന ജർമ്മൻ വെറും എന്താ പറയുക, എഴുതുവാനും വായിക്കുവാനും അല്ലെങ്കിൽ ഒരു ഓഫീസിലൊക്കെ ചെന്നുമ്പോൾ സംസാരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ശരിക്കുമുള്ള സംസാരിക്കുന്ന രീതിയിലുള്ള ജർമ്മൻ നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ ആദ്യ തുടക്ക കാലഘട്ടങ്ങളിൽ എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനിയിപ്പോൾ മനസ്സിലായാൽ തന്നെ തിരിച്ച് എന്തെങ്കിലും സംസാരിക്കുവാൻ വേണ്ടിയിട്ട് വാ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് എൻ്റെ തലയിൽ പോകുന്ന ചിന്തകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഗ്രാമർ കറക്റ്റാണോ, വെർബിൻ്റെ എൻഡിങ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണോ ഞാൻ ഈ പറയാൻ വേണ്ടി പുറത്തേക്ക് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എൻ്റെ തലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് സംസാരിക്കുവാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്രയും ഒരു സെന്റൻസിന്റെ ഫുൾ കാര്യങ്ങൾ ഞാൻ എൻ്റെ തലച്ചോറിൽ ചിന്തിക്കുകയും എന്നിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതെല്ലാം ഒരു സെക്കൻഡിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടിട്ട് തന്നെ തുടക്ക കാലഘട്ടത്തിൽ ഭാഷയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടിട്ട് തന്നെ ഇത്ര സുഖകരമായിട്ടുള്ള ഒരു 3 മാസമായിരുന്നില്ല ആദ്യത്തേത്. അങ്ങനെ ആദ്യത്തെ 3 മാസം ആ ഒരു രീതിയിൽ കടന്നു പോയപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി തന്നെ ജോലിയും കടന്നു പോയിട്ടുണ്ടായിരുന്നു. അതായത് നാട്ടിൽ വെച്ചിട്ട് എനിക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ട് വന്ന് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത കാര്യം ഞാൻ ചെയ്തു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ, പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ പ്രായമായവരെ കെയർ ചെയ്യുന്നത് കൊണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ഹൈജീൻ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നത് കൊണ്ടിട്ട് എങ്ങനെ എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം, എന്താ ആ ഒരു രീതിയിലൊക്കെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതും കുറച്ച് സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നില്ല. കാരണം നമ്മൾ ലാംഗ്വേജിന്റെ ഓൾറെഡി ഇഷ്യൂസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ വർക്ക് പുതിയതാണ്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 3-6 മാസത്തോളം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. എൻ്റെ മുടിയൊക്കെ ഒരുപാട് പോയി തുടങ്ങി. ലൈഫിൽ ആദ്യമായിട്ടാണ് അത്രയും മുടി എൻ്റെ തലയിൽ നിന്ന്. അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ വെള്ളത്തിന് വിചാരിക്കാം, സ്ട്രെസ് ആയിരിക്കാം. ആ ഒരു രീതിയിൽ നമ്മൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു, എനിക്ക് പേഴ്സണലി ആദ്യത്തെ ഒരു 6 മാസം സ്ട്രെസ്ഫുൾ ആയിരുന്നു. അങ്ങനെ എൻ്റെ ഇന്റേൺഷിപ്പ് കാലഘട്ടം ലാംഗ്വേജ് പഠിക്കുകയും ജോലിയിൽ ചെറിയൊരു ഐഡിയ കിട്ടുകയും ചെയ്തു. അതിനുശേഷം സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വളരെ സന്തോഷമായിരുന്നു. കാരണം എങ്ങനെയാണ് ഈ ജോലി ശരിക്കും ചെയ്യേണ്ടത്, ഒരു സ്കൂളിലേക്ക് തിരിച്ചു ചെന്ന് പഠിച്ചു തുടങ്ങാം, ഈ ജോലി സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ടിട്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള രീതിയിൽ വളരെ സ്വപ്നങ്ങളോടുകൂടിയാണ് സ്കൂളിലേക്ക് ചെന്നത്. അപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാകുന്ന സ്റ്റുഡൻസിൽ ഓൾമോസ്റ്റ് 60-70% ആൾക്കാരും ഒരു FSJ ചെയ്തിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഈ ഒരു ജോബിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഒരു വർഷത്തെ എന്താ പറയുക ഹൗസ് ബിൽഡിംഗ് അസിസ്റ്റന്റ്, ഫ്ലീഗ് അസിസ്റ്റന്റ് കോഴ്സ് ചെയ്തവരാണ്. അപ്പോൾ നമ്മൾ മാത്രമായിരുന്നു യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാതെ അവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്ന ഒരാൾക്കാർ. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഡയറക്റ്റ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. അതായത് എനിക്ക് FSJ ചെയ്ത് ഒരു വർഷം കളയാനായിട്ടില്ല, എനിക്ക് ഡയറക്റ്റ് കോഴ്സ് തുടങ്ങി, ഞാൻ വളരെ മോട്ടിവേറ്റഡ് ആണ്, ഞാൻ വളരെ പഠിക്കാനായിട്ട് വളരെ എന്താ പറയുക ബുദ്ധിയുള്ള ഒരാളാണ്, എനിക്ക് എല്ലാം പെട്ടെന്ന് കിട്ടും എന്നുള്ള രീതിയിൽ നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടി പോകുന്നത്, ഓക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, യാതൊരു തരത്തിലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളും ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ടീച്ചേഴ്സ് ചിന്തിക്കാറില്ല. അവരെല്ലാവരും സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഒരു പ്രാക്ടിക്കം ചെയ്തവരാണ്, FSC ചെയ്തവരാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്, അതിനുശേഷമാണ് നിങ്ങൾ ഈ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത്. ആ ഒരു കോൺസെപ്റ്റിലാണ് ടീച്ചേഴ്സ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീണ്ടും തുടങ്ങുന്നു അടുത്ത പുതിയ പ്രശ്നങ്ങൾ. അതിനുശേഷം ഈ ഇവിടുത്തെ സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത്, ഈ നമ്മുടെ എൻ്റെ ക്ലാസ്സിൽ തുടക്കത്തിൽ അത് കുറേ പേര് പോകും, അത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ ഈ 32 പേരിലും
ടീച്ചേഴ്സ് ഒരു ടോപ്പിക് എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ക്ലാസ്സിലേക്ക് വരുന്നു, ടോപ്പിക്കിന്റെ ഇത് എന്താണെന്ന് വെച്ചാൽ ബോർഡിൽ എഴുതിയിടുന്നു. എന്നിട്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്നുള്ളത് നമ്മളോട് ചോദിക്കുന്നു. അപ്പോൾ ഞാനൊക്കെ ആദ്യം ചിന്തിച്ചിരുന്നത് ഈ കാര്യത്തെക്കുറിച്ച് എനിക്കറിയാമെങ്കിൽ ഞാൻ ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. കാരണം നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്ന സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത് ടോപ്പിക്കിനെ കുറിച്ച് ടീച്ചേഴ്സ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർക്കുന്നു, അവസാനം അത് പഠിക്കാൻ സമയം തരുന്നു, എന്നിട്ട് ക്ലാസ് ടെസ്റ്റ് എടുക്കുന്നു, എന്നിട്ട് നമ്മുടെ അറിവ് വിലയിരുത്തുന്നു. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നു, നമ്മൾക്ക് എന്തൊക്കെ അറിവുണ്ടെന്നുള്ള രീതിയിൽ നമ്മളോട് ആദ്യം ചോദിക്കുന്നു, അതിന് ശേഷമാണ് ടീച്ചേഴ്സ് സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ ചെയ്യണം. അപ്പൊ ഞാൻ പേഴ്സണലി അത്ര സ്മാർട്ട് ആയിട്ടുള്ള ഒരാളോ അങ്ങനത്തെ രീതിയിൽ എന്താ പറയാ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. അപ്പോ എനിക്ക് ഒരു ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറയില്ല. അത് ആ ഒരു രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ പോകുമ്പോൾ എല്ലാവരും കൈയൊക്കെ പൊക്കി ടീച്ചേഴ്സിന്റെ ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, പറയുന്നു. ആൻസേഴ്സ് തെറ്റാണെങ്കിൽ കൂടി അവർ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നു. ചില സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും തെറ്റായിട്ടുള്ള ആൻസർ എങ്ങനെ ഒരു വ്യക്തിക്ക് പറയാൻ പറ്റും. പക്ഷെ അതെന്റെ ഒരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു. കാരണം ഞാൻ ചിന്തിച്ചു വന്ന തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ കൈയൊന്നും പൊക്കാതെ നമ്മൾ മിണ്ടാതെ ഇരുന്ന് ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ ഓർക്കും, ഓക്കെ ക്ലാസ് അല്ലേ, ഞാൻ ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോഴാണ് ഈ ഒരു 6 മാസത്തിനുള്ളിൽ വരുന്ന ഈ ഒരു പ്രൊബേഷൻ പീരീഡിലെ ഒരു എക്സാമോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ സ്കൂള് ഇത്തിരി ഫോറിനേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കൂളായിരുന്നു. അതായത് 3 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ളൊരു ചിന്താഗതിയുള്ളൊരു സ്കൂൾ ആയതുകൊണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റി. പക്ഷേ മറ്റു ചില സ്കൂളുകളിൽ എനിക്കറിയാവുന്ന കുറച്ച് പേരിൽ തന്നെ 6 മാസത്തിനുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൈയൊന്നും പോക്കാതെ ഇങ്ങനെ മിണ്ടാതെ ഇരുന്ന് എല്ലാം കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇരിക്കാൻ നേരത്ത് ഈ ടീച്ചേഴ്സിന്റെ ഇടയിൽ തന്നെ ഒരു മീറ്റിംഗിൽ തന്നെ എന്താ പറയാ, നിങ്ങൾക്ക് ഈ സ്റ്റുഡൻസിനെ കുറിച്ച് ഒപ്പീനിയൻ ചോദിക്കാൻ നേരത്ത് ഇപ്പൊ എന്നെ പോലുള്ള സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് അധികം സംസാരിക്കാതെ കൈയൊക്കെ പൊക്കി ആൻസർ ഒന്നും പറയാതെ ആ ഒരു രീതിയിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ്, അതായത് മുൻക്ലിഷേ ബെനോട്ടും, അതായത് എന്താ പറയാ, നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ, ആക്റ്റീവ് ആണോ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജോബിന് ആപ്റ്റ് അല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സ്കൂൾ എത്തുകയും ചിലപ്പോൾ നിങ്ങളെ പുറത്താക്കാൻ സാധ്യതയും ഉണ്ട്, അല്ലെങ്കിൽ ഒന്നും കൂടി തുടങ്ങാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ മറ്റു ഫ്രണ്ട്സിനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ പേടിച്ചു പോയത്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് എൻ്റെ സ്കൂൾ സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു 6 മാസം നമുക്ക് പ്രൊബേഷൻ പീരീഡ് പാസ്സായി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റി. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിലാണ് നമ്മൾ ഈ ശരിക്കും ഈ ജോബിലേക്ക് വരികയും അതിനുശേഷം നമ്മൾ എനിക്ക് ആ ക്ലാസ് തുടങ്ങിയ ആദ്യത്തെ 6 ആഴ്ച ക്ലാസ്സും അതിനുശേഷം 3 മാസത്തോളം വർക്കുമായിരുന്നു. തിരിച്ച് വർക്കിന് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് ട്രെയിനിങ്ങുകളൊക്കെ കിട്ടും. അതായത് പ്രാക്ടീസ് അനലൈറ്റർ എന്ന് പറയും. അതായത് നമ്മളെ ഹൗസ് ബിൽഡിങ്ങിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന ഒരു കൊളീഗ്, അവർ സ്പെഷ്യൽ കോഴ്സ് ചെയ്തിട്ടാണ് ആ ഒരു ഇതിലെത്തുന്നത്. നമുക്ക് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു സപ്പോർട്ടൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എൻ്റെ വർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി, ഒറ്റക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ 6 മാസത്തിന് ശേഷമാണ് ഞാൻ ഈ ജോബിലേക്ക് കൂടുതലും പഠിക്കുവാൻ വേണ്ടി തുടങ്ങിയത്. അതായത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ രീതികൾ എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ 6 മാസം, തുടക്കകാലത്തിലെ ആദ്യ 6 മാസം വളരെ ബുദ്ധിമുട്ടായിരുന്നു. പുതിയ രാജ്യം, പുതിയ എന്താ പറയാ ക്ലൈമറ്റ്, പുതിയ ശീലങ്ങള്, ഭക്ഷണം. ഞാനൊക്കെ കാലത്ത് ഇന്ന് വരെ ബ്രെഡിന്റെ പല പല ഐറ്റംസ് ആണ് ഞാൻ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പതുക്കെ ശീലങ്ങളൊക്കെ മാറും. ഇപ്പൊ നാട്ടിൽ കഴിച്ചോളൂ എന്താ പറയാ പുട്ടും കടലയും അല്ലെങ്കിൽ ചപ്പാത്തിയും പരിപ്പറിയും അങ്ങനത്തെ ആ ഒരു രീതിയിലൊക്കെ ഉള്ള ഇതൊക്കെ പതുക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കാൻ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങളുടെ വീട്ടിലുള്ള അമ്മേനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങും. അതായത് ഇത്രയും ബുദ്ധിമുട്ടായിരുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നിങ്ങൾ ഒരുപാട് പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് നാട്ടിൽ വരാൻ നേരത്ത് പഠിക്കും. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ ഞാനിവിടെ വന്നപ്പോഴേക്കും 25 വയസ്സായിരുന്നു. അപ്പോ കോളേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂബ ഡൈവിംഗിൽ ജോബ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സദർലാൻഡിൽ വർക്ക് ചെയ്തു. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ, പക്ഷെ കുക്കിങ്ങിലൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഒരുപാട് എഫക്ട് ചെയ്ത് തുടങ്ങും. ഈ ഒരു ഒറ്റക്കൊരു ലൈഫ് ലീഡ് ചെയ്ത് പോകാൻ നേരത്ത് നിങ്ങൾ വരാൻ വേണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കുറച്ച് കുക്കിങ്ങും കുറച്ച് ഒറ്റക്ക് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനൊക്കെ പഠിച്ചിട്ട് വരിക. അല്ലെങ്കിൽ എന്റെ പോലെ ആദ്യത്തെ കുറച്ച് നാളുകൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു കുറച്ച് കാര്യങ്ങൾ തോറ്റു എന്നുള്ളത്. അത് എന്റെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വേണ്ടി വന്നത്. അപ്പോൾ ജർമ്മനി നമ്മൾക്ക് മെന്റലി അതായത് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഞാൻ പേഴ്സണലി ഒരുപാട് എന്താ പറയാ ആൽക്കഹോളിലേക്കൊക്കെ ഫോക്കസ് ചെയ്തു. അതായത് വീക്കെൻഡ് ഫ്രീ കിട്ടാൻ നേരത്തോടനെ മദ്യപിക്കുക, പുകവലിക്കുക, ആ ഒരു രീതിയിലേക്കൊക്കെ പോയി തുടങ്ങി. അതായത് വീക്കെൻഡിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയില്ലേ, വീക്കെൻഡ് ആകുമ്പോൾ തന്നെ എല്ലാവരോടൊപ്പം കൂടി ചേർന്ന് ഇങ്ങനെ പാർട്ടിയൊക്കെ നടത്തി ആ ഒരു രീതിയിലേക്ക് പോകും. അത് വളരെ നല്ലതാണ്. അത് ആ ഒരു ഇതുള്ളത് കൊണ്ട് മാത്രമാണ് പിടിച്ചിരുന്നത്. അതായത് നമ്മുടെ മെന്റൽ ഹെൽത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ ഒരു പരിധി വരെ കൺട്രോൾ
കൺട്രോളിലായിരുന്നു. ഈ ഒരു വീക്കെൻഡ് കഴിയുമ്പോൾ മൺഡേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വർക്കിനെ ഫോക്കസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്കൂളിനെ ഫോക്കസ് ചെയ്തിട്ടോ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ ആ ഒരു എന്താ പറയാ നമ്മളുടെ മാനസികാരോഗ്യ നില പിടിച്ചു നിർത്തിക്കൊണ്ടുപോകാൻ ഒന്നെങ്കിൽ നിങ്ങളുടെ കൂടെ ഫ്രണ്ട്സ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി വേണം. അപ്പോൾ നിങ്ങളിവിടെ വരാൻ നേരത്ത് എനിക്കറിയാവുന്ന ഒരു 2 സിസ്റ്റേഴ്സ് ഉണ്ട്, അതായത് ചേച്ചിയും അനിയത്തിയും എന്നുള്ള രീതിയിലാണ്, കസിൻ സിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അവർ തമ്മിൽ സപ്പോർട്ട് ചെയ്തു. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും അനുഭവിച്ച ബുദ്ധിമുട്ടാണ്. മറ്റൊരു വ്യക്തിനെ എനിക്കറിയാം ഇതേപോലെ തന്നെ ഈ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നതിന് ശേഷം ഏകാന്തതയിലായിപ്പോയി, ഈ ഡിപ്രഷൻ ആ ഒരു രീതിയിലേക്ക് പോയതിനു ശേഷം ഒന്നിനും താല്പര്യമില്ലാത്തൊരവസ്ഥ. നമ്മൾ ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ തോറ്റുപോയായിരുന്നു. ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഒരുപാട് സ്പോർട്സിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അതെല്ലാം മറന്നുകൊണ്ടിട്ട് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫായിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ കുറെ നാള് മുന്നോട്ട് പോയി. ആ ഒരു ആദ്യത്തെ ഒരു വർഷം ആ ഒരു രീതിയിൽ ഞാൻ എൻ്റെ മെന്റൽ ഹെൽത്തിനോട് ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ല. കാരണം നമുക്ക് പറയാൻ തന്നെ നാണക്കേടായിരുന്നു. ആ ഒരു രീതിയിൽ ചിരിച്ച മുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ആ ഒരു സമയത്താണ് ഞാൻ തോറ്റത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഒരു രീതിയിൽ പറയുന്നത്. ഇപ്പോൾ മെന്റൽ ഹെൽത്ത് പരമായിട്ട് ഞാൻ തുടക്കാലഘട്ടത്തിൽ തോറ്റുപോയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ അങ്ങനെ കടന്നുപോയി. അതിനുശേഷം സെക്കൻഡ് ഇയറിൽ ഒരു സ്വിഷൻ പ്രൂഫ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതായത് സെക്കൻഡ് ഇയർ എൻഡിൽ ഒരു എക്സാം നടക്കും. അപ്പോൾ സെക്കൻഡ് ഇയറിൽ മെയിൻ ഫോക്കസ് അതായിരുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ സെക്കൻഡ് ഇയറിലാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് വർക്ക് ചെയ്യാനായിട്ട്. ഹോസ്പിറ്റലാണ് നിങ്ങളുടെ മെയിൻ ഹൗസ് ബിൽഡിംഗ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആംബുലൻസ് ടീംസ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകും. അങ്ങനെ ആ ഒരു ചേഞ്ച് വരും. അപ്പോൾ സെക്കൻഡ് ഇയറിലെ മെയിൻ ഫോക്കസ് സ്വിഷൻ പ്രൂഫും ആ സെക്കൻഡ് ഇയറിലെ ഇയർ എൻഡ് പ്രൂഫിംഗിലായിരുന്നു. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഇയർ എൻഡിലെ ഈ മെയിൻ എക്സാം ഇൻ കേസ് നിങ്ങൾ പാസ് ആയില്ല എങ്കിൽ പോലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് തേർഡ് ഇയറിലേക്ക് പോകാം. ഇത് യാതൊരു തരത്തിലും എന്താ പറയാ നിങ്ങളെ ഓക്കെ ഇവിടെ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ഇയർ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള രീതിയില്ല. നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവാം. അപ്പൊ അതൊരു റിലീഫ് ആയിരുന്നു. എക്സാംസ് അറ്റൻഡ് ചെയ്തു. അപ്പൊ ആ ഒരു സമയപ്പോഴേക്കും ജർമ്മനിലേക്ക് അത്യാവശ്യം നമ്മൾ എന്താ പറയാ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയായിരുന്നു. ക്ലാസ്സിലാണെങ്കിൽ തന്നെയും വർക്കിലാണെങ്കിൽ തന്നെയും. അപ്പോൾ ക്ലാസ്സിൽ പോയാലും വർക്കിന് പോയാലും നമുക്ക് അവിടുത്തെ കൊളീഗ്സ് ആണെങ്കിലും നമ്മുടെ കൂടെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും അവരായിട്ടൊക്കെ ഇങ്ങനെ കമ്പനി ആയതുകൊണ്ടിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ ആ ഒരു പുതിയ ലൈഫ്, അതായത് ഇതാണ് എൻ്റെ പുതിയ ലോകം, ഇനി ഞാൻ ഇവിടെയാണ് ജീവിക്കാനായിട്ടുള്ളത്, എൻ്റെ വർക്ക് ഇവിടെ ആയിരിക്കും, ഞാൻ എന്താ പറയുക ഇനി എൻ്റെ ജീവിതത്തിൽ അടുത്ത കാലഘട്ടങ്ങളെല്ലാം ഇവിടെ തന്നെ ആയിരിക്കും. നമുക്ക് ആ ഒരു ഫീൽ വരാൻ തുടങ്ങി. അതായത് തുടക്കാലഘട്ടത്തിൽ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റതിന് ശേഷം ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കിയിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത് ജർമ്മനി തന്നെയാണോ, സ്വപ്നമൊന്നുമില്ലല്ലോ ആ ഒരു രീതിയിൽ. പക്ഷേ ഈ സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ കാണാൻ നേരത്ത് ഓക്കെ നോർമൽ ആയിട്ടുള്ള ഒരു രീതി, അല്ലെങ്കിൽ നമ്മളുടെ വീടിന്റെ അടുത്ത് ഞാൻ വന്നിറങ്ങുന്ന ട്രെയിൻ സ്റ്റോപ്പ് കാണാൻ നേരത്തെ ഓക്കെ വീടെത്തി എന്നുള്ള ആ ഒരു ഫീലൊക്കെ പതുക്കെ സെക്കൻഡ് ഇയറിലാണ് വന്നു തുടങ്ങി. സെക്കൻഡ് ഇയറിൽ സ്കൂളിൽ വെച്ചിട്ട് നമ്മൾ പെർഫോമൻസ് എല്ലാം, അതായത് ക്ലാസ്സിൽ വീണ്ടും ഞാൻ കൈപൊക്കി ആൻസറും കാര്യങ്ങളൊന്നും തന്നെ പറയാറൊന്നുമില്ല. പക്ഷേ എക്സാം വരാൻ നേരത്ത് ഞാൻ പഠിക്കും. അതായത് പഠിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇന്നേ ദിവസം വരെ ക്ലാസ്സിൽ പോയിട്ട് വന്നിട്ട് അന്നത്തെ ദിവസം തന്നെ ഇരുന്ന് പഠിച്ചിട്ടുള്ള ഒരാളല്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ജർമ്മനിയിൽ ഈ ഹൗസ് ബിൽഡിങ്ങിൽ ക്ലാസ്സിൽ അത്യാവശ്യം ശ്രദ്ധിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാം വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 2 ദിവസം മുമ്പോ ഒരു ദിവസം മുമ്പൊക്കെ പഠിച്ചാൽ നിങ്ങളുടെ സ്പീഡ് വെച്ചിരിക്കും. പക്ഷെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതായത് ടോപ്പ് ലെവലിൽ പഠിക്കുന്ന ആ ഒരു രീതി ഒന്നുമല്ല, എപ്പോഴും പാസ്സായി പോരുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകയായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ വെച്ചിട്ട് അച്ചീവബിൾ ആയിരുന്നു സെക്കൻഡ് ഇയർ ഹൗസ് ബിൽഡിങ്ങിൽ. പക്ഷേ തേർഡ് ഇയറിലേക്ക് പോയപ്പോഴാണ് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത്. തേർഡ് ഇയറിൽ അങ്ങനെ പുതിയ കാര്യങ്ങളായിട്ട് ഒന്നും തന്നെ പഠിക്കുന്നില്ല. കുറച്ച് നമ്മൾ നഴ്സിംഗിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് ഇയർ വരെ പഠിച്ചു തീർത്തിട്ടുള്ള കാര്യങ്ങളിലെ ഡെപ്ത് ആയിട്ട് ഒന്നും കൂടി പഠിക്കുക എന്നുള്ളതാണ്. തേർഡ് ഇയറിന്റെ ഒരു എന്താ പറയാ തേർഡ് ഇയറിന്റെ 5th സെം എന്നൊക്കെ പറയില്ലേ, അതായത് തേർഡ് ഇയറിന്റെ തുടക്ക കാലഘട്ടത്തിൽ എല്ലാം തീരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കാലഘട്ടത്തിൽ എക്സാംസും പിന്നെ അതിനോടൊപ്പം തന്നെ അതിന് മുമ്പായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക, ആ ഒരു രീതിയിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ സ്കൂളിൽ നിന്നും തന്നെ നല്ല രീതിയിൽ നമ്മളെ പ്രിപ്പയർ ചെയ്ത് തരും. അതായത് ജനറലൈസ്ഡ് ഹൗസ് ബിൽഡിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് 2019 മുമ്പ് വരെ സ്കൂളിൽ നിന്നും 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടുത്തെ ലോക്കൽ അതോറിറ്റിക്ക് അയച്ചു കൊടുത്തിട്ട്, അതായത് എഡ്യൂക്കേഷണൽ ആ ഒരു സിസ്റ്റം റെഗീറിംഗ്സ് പ്രൊസീഡിയം എന്നാണ് അതിനെ പറയുന്നത്, നമ്മുടെ എഡ്യൂക്കേഷണൽ കൗൺസിൽ പോലെയുള്ള. എന്നിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുക്കുന്നതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമുക്ക് എക്സാമിന് വരാറ്. ആ ഒരു റെഗീറിംഗ്സ് പ്രൊസീഡിയം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ആ ഒരു രീതിയിൽ തിരഞ്ഞെടുത്തിട്ട് അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും. പക്ഷെ 2019 ശേഷം നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇല്ല. സ്കൂളിൽ ഉള്ളവർക്കും അറിയാൻ പറ്റില്ല ഏത് തരം ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്ത് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കരിക്കുലം എന്ന് പറയില്ല നമ്മുടെ കോളേജിലൊക്കെ പറയുന്നത് പോലെ തന്നെ, അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഏരിയയിൽ ഫോളോ ചെയ്ത് ബ്രേമർ കരിക്കുലം എന്നുള്ള സംഭവമാണ്. അതായത് ഈ ഒരു കരിക്കുലത്തിൽ
ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ടാവണം എന്ന് ഓൾറെഡി ഒരു തീരുമാനമുണ്ടാവും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് സ്കൂൾ കവർ ചെയ്യുകയും എന്നിട്ട് നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ സ്കൂളിനും അറിയാൻ പറ്റില്ല. സ്കൂളിൽ 24 മണിക്കൂർ മുമ്പ് സ്കൂളിൽ എത്തുകയും ചെയ്യും. പക്ഷേ സ്കൂളിൽ അപ്പോഴും ആർക്കും അത് തുറന്ന് വായിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾക്കും ഇത് പുതിയതാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഒരു പേടിയുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ എക്സാം പാസ്സായ ആൾക്കാരോട് ചോദിച്ചപ്പോൾ 2019 മുമ്പുള്ള രീതിയിലുള്ള ഒരു പാറ്റേണേ അല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പുതിയ രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ ആഴ്ചയും ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് 12-ാം തീയതി ജൂൺ 2024, ഈ ആഴ്ചയും എനിക്ക് അടുത്ത ആഴ്ച വെക്കേഷനാണ്. അപ്പോൾ ഞാൻ എൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് 3 ദിവസമാണ് റിട്ടേൺ എക്സാം. ആ 3 ദിവസത്തേക്ക് വേണ്ടിയിട്ട് എനിക്കൊരു 18 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട്, അതായത് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എൻ്റെ സ്റ്റേറ്റിലുള്ള കുറേ ഈ ഫീൽഡിലുള്ള ഡോക്ടറേറ്റ് എടുത്തവരും ഈ ഒരു കോഴ്സ് പഠിച്ച് അതിൽ ടീച്ചിങ് ഫീൽഡിലുള്ളവരുമാണ്. അപ്പോൾ അവർ പറയുന്നത് ഈ ഒരു 18 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാം പാസ്സാകാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആൻസേഴ്സും ഉണ്ട്. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഹൗസ് ബിൽഡിംഗ് തീരാനായിട്ട് വെറും മാസങ്ങൾ ബാക്കി നിൽക്കെ എനിക്ക് എൻ്റെ ഈ ചെറിയ യൂട്യൂബ് ചാനലിൽ കുറച്ച് കമൻറ്റ്സ് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്: ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് ഇത് പാസ്സാകുവാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ B1 വെച്ചിട്ട് ഹൗസ് ബിൽഡിങ്ങിന് വന്നിട്ട് ബാക്കി 6 മാസത്തിനുള്ളിൽ B2 കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, ഒന്നാമത്തെ കാര്യം, B1 വെച്ചിട്ട് ആദ്യത്തെ 6 മാസത്തെ പ്രൊബേഷൻ പീരീഡിനുള്ളിൽ നിങ്ങൾ B2 തീർക്കാനായിട്ടാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്തുമാത്രം മറ്റുള്ള രീതിയിലുള്ള സ്ട്രെസ് നിങ്ങൾക്ക് വരും, ഇതൊക്കെ ഇതിലൂടെ കടന്നു പോയിട്ട് വേണം നിങ്ങൾ B2 എക്സാമും കൂടി കവർ ചെയ്യാനായിട്ട്. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല B1 വെച്ചുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം FSJക്ക് വരാം B1 വെച്ചുകൊണ്ട്. എന്നിട്ട് ആ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് B2 കംപ്ലീറ്റ് ചെയ്യാം. ടെൽക്കാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഗോവിത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ FSJക്ക് B1 ഓക്കെയാണ്. പിന്നെ അതിനുശേഷം എനിക്ക് വന്നൊരു ചോദ്യം, കുറച്ച് ചോദ്യങ്ങൾ ഇതായിരുന്നു. അതായത് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഇത് അച്ചീവബിൾ ആണോ എന്നുള്ളത്. നിങ്ങൾ ഇന്ത്യയിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ്, അല്ലെങ്കിൽ നമ്മുടെ കേരള സിലബസിൽ ആ ഒരു രീതിയിൽ പഠിക്കാൻ നേരത്ത് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു എങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് ലാംഗ്വേജിൻ്റെ ഒരു ബുദ്ധിമുട്ടല്ലാതെ, അതായത് ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുന്നതെങ്കിൽ ഒരു ഹാർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷെ പ്രശ്നം വരുന്നത് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് ജർമ്മനിൽ വേണമല്ലോ അത് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലാംഗ്വേജിൻ്റെ ഇഷ്യൂ മാത്രമാണുള്ളത്. അല്ലാതെ പഠിക്കുവാൻ വേണ്ടി ബുദ്ധിമുട്ടാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലെ BSc നഴ്സിംഗ് വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കോഴ്സാണ് ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ BSc നഴ്സിംഗിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സിൻ്റെ ഒരു 50% പോലും ഇവിടെ കവർ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ഡെപ്തിൽ നമ്മൾ പഠിക്കുന്നില്ല. കാരണം നാട്ടിൽ 3 വർഷം, എനിക്ക് തോന്നുന്നു 3 വർഷം തിയറി പിന്നെ 1 വർഷം പ്രാക്ടിക്കൽസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വെറും 3 വർഷത്തെ കോഴ്സിൽ തിയറിയും പ്രാക്ടിക്കലും കൂടി മിക്സ്ഡ് ആണ്. അപ്പോൾ നമ്മളൊരു ഡിപ്ലോമ പോലെ ഇതിനെ നമുക്ക് നഴ്സിംഗ് ചെയ്യാനായിട്ട് നമ്മളെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു എന്നുള്ള രീതിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ജർമ്മൻ B2 ലെവൽ പാസ്സാകാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹൗസ് ബിൽഡിംഗ് പാസ്സാകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ 3 വർഷം ജർമ്മനിയിൽ വന്ന് ഈ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൻ്റെ പുറകെ നടന്നപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു 3 വർഷം കൊണ്ട് പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നിങ്ങൾ ഗ്രാമാറ്റിക്കലി പെർഫെക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. തെറ്റുകൾ ഉണ്ടാവും, അതിവിടെ അക്സെപ്റ്റബിൾ ആണ്. നിങ്ങളുടെ കൊളീഗ്സ് ഒരിക്കലും നിങ്ങളുടെ ഗ്രാമർ നിങ്ങൾ പറയാതെ നിങ്ങളെ കറക്റ്റ് ചെയ്ത് തരില്ല. അവർ മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമേ ശ്രമിക്കുകയുള്ളൂ നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത്. ഞാൻ ഉദ്ദേശിച്ച കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്, ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഭിപ്രായം ചോദിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഷ്യന്റിനെ കുറിച്ച് നിങ്ങളുടേതായിട്ടുള്ളൊരു അഭിപ്രായം നിങ്ങൾക്ക് പറയണമെന്നുണ്ട്, ഇത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഞാൻ അത്ര കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരാളല്ല. ഞാനിങ്ങനെ ചെന്നിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു ചെറിയ പൊട്ടും പൊടിയും എല്ലാം ചെന്ന് എല്ലാവരോടും പറയാറില്ല. ഞാൻ നോക്കി വെച്ചിട്ട് എനിക്ക് എൻ്റെതായ രീതിയിലാണ് കാര്യങ്ങൾ ഞാൻ ചെയ്യാറ്. പക്ഷേ ഇതേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു കൊളീഗിനോട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സുമായിട്ടൊരു റാപ്പോ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളെന്നുള്ള വ്യക്തിയെ നിങ്ങളുടെ കൊളീഗ്സിന് മുമ്പിൽ, ഓക്കെ, ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ജോബിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വരുന്ന ടോപ്പിക്കുകൾ വേറെ ആയിരിക്കും. നിങ്ങളെ ഇൻവോൾവ് ചെയ്തുകൊണ്ടിട്ട് അവിടുത്തെ നഴ്സിംഗ് ടീം അല്ലെങ്കിൽ ആ ഒരു കൊളീഗ്സ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. അതായത് ഒരു കാര്യം നമ്മൾ
കോൺഫിഡൻസ് ഇല്ലാതെ പറയുന്നതും ഒരു കാര്യം നമ്മൾ 100% കോൺഫിഡൻസിൽ വളരെ അതോറിറ്റി കാണിച്ചുകൊണ്ട് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു കാര്യം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഒരു സൊല്യൂഷൻ കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെന്ന് ആ ഒരു രീതിയിലുള്ള ഒരു സംഭവങ്ങൾ, അതായത് ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുന്നു, ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ജോലി സാധ്യതകളുണ്ട്, ഒരുപാട് തുടർ പഠനത്തിനുള്ള അവസരങ്ങളുണ്ട്. അത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എംപ്ലോയർ പേ ചെയ്യുകയും ഈ ഒരു കോഴ്സിനൊക്കെ, അത് കൂടാതെ നിങ്ങളുടെ ജോലി ഭാരം കുറയുകയും സാലറി പേയ്മെന്റ് കൂടുകയും ചെയ്യും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഒരുപാട് നമ്മൾക്ക് ഇന്ത്യൻ ഫ്രണ്ട്സ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഏതൊരു സ്ഥലത്ത് ചെന്നാലും ഈ നമ്മൾ ഇന്ത്യക്കാരെ കുറിച്ച് അവർ പറയുന്നത് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ്, വളരെ പതുക്കെ സംസാരിക്കുള്ളൂ, ആ ഒരു രീതിയിലാണ്. ഇത് ഒരു ക്വാളിറ്റിയാണ്. പക്ഷേ ജർമ്മനിയിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഒച്ചത്തിലൊക്കെ സംസാരിക്കണം. ഇവരുടെ നോർമൽ സൗണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ ഇന്ത്യൻസിനെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ഇത്തിരി കൂടുതലാണ്. അത് ഓരോരുത്തരുടെ ഭാഷയുടെ രീതി ആയിരിക്കാം. നമ്മൾ പതുക്കെ സമാധാനത്തിൽ പറയുന്ന ഒരു കാര്യം അവർ ചിലപ്പോൾ കുറച്ച് സൗണ്ട് കീറിയായിരിക്കും പറയുന്നത്. അപ്പോൾ ഇന്ത്യൻസിനെ വെച്ച് നോക്കുമ്പോൾ അതൊരു ക്വാളിറ്റി ആയിട്ടാണ് പറയുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു രീതിയിലാണ് നിങ്ങൾ, അതായത് വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിച്ച് അധികം ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാതെ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് പ്രശ്നം ഉണ്ടാക്കണമെന്നുള്ള രീതിയിലല്ല, പറയാനുള്ളൊരു കാര്യം ലൗഡായിട്ട് ക്ലിയർ ആയിട്ട് പറയാതെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ ഒരു അറിവില്ലാത്ത ഒരാളായിട്ട് കണക്കാക്കുകയും, അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ പറയുന്നത് അത്ര ക്ലിയർ ഒന്നുമല്ല, എന്തൊക്കെയോ പറയുന്നു, ആ ഒരു രീതിയിൽ നിങ്ങൾ പതുക്കെ നിങ്ങളെ പുറകോട്ട് പിന്നല്ലാനായിട്ട് തുടങ്ങും. ഇത് നിങ്ങളുടെ പഠനത്തെയും ബാധിക്കും. നിങ്ങളെന്നുള്ള വ്യക്തി നിങ്ങളുടെ സ്വന്തം ആ ഒരു കോൺഫിഡൻസ് നശിപ്പിക്കുകയും നിങ്ങൾക്ക് പിന്നീട് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ആ ഒരു രീതിയിലേക്ക് വളരാനായിട്ടുള്ള സാധ്യതയും കുറക്കും. അപ്പം അതുകൊണ്ടിട്ട് നിങ്ങൾ കുറച്ച് ലൗഡായിട്ട്, കുറച്ച് ക്ലിയർ ആയിട്ട്, ഗ്രാമറും എല്ലാം തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, പറയാനുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ടും ലൗഡായിട്ടും പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ ഈ 3 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, കുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിട്ട് വന്നാൽ ഒരു ഭാഗം സ്ട്രെസ് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കുക്ക് ചെയ്യാൻ പഠിച്ചത്. ഇപ്പോൾ എന്താ പറയുക, എൻ്റെ അമ്മയ്ക്ക് അറിയാവുന്ന വെറൈറ്റി ഫുഡിനേക്കാളും കൂടുതൽ എനിക്കിപ്പോൾ അറിയാം. ഞാൻ എൻ്റെ അമ്മേനോട് എപ്പോഴും പറയും, ഞാൻ നാട്ടിൽ വരികയാണെങ്കിൽ ഞാൻ കുക്ക് ചെയ്തോളാം, അമ്മ റെസ്റ്റ് എടുത്തോളൂ എന്നുള്ള രീതിയിലാണ്. കാരണം നമ്മൾ അത്രയും കാര്യങ്ങൾ പുതിയതൊക്കെ ട്രൈ ചെയ്തു, നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കും. അപ്പോൾ ആദ്യത്തെ കാലഘട്ടത്തിൽ ഞാൻ എന്താ പറയുക, 5 ലിറ്റർ കുക്കറിൽ ഒരു വലിയൊരു പരിപാടി വന്നപ്പോഴേക്കും 4-5 കിലോ അരി തന്നെ ഇട്ടുകൊണ്ട് കുക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത്രയും എന്താ പറയുക, മണ്ടത്തരങ്ങളൊക്കെയാണ് കാണിച്ചത്. ഭാഗ്യത്തിന് വേറെ അപകടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്താ പറയുക, പൊട്ടത്തരങ്ങളെന്നൊക്കെ പറയൂലേ, വെറും വല്ലപ്പോഴും കൂടി നാട്ടിലുണ്ടെന്ന അടുക്കളയിലേക്ക് ഒന്ന് കയറി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കണമായിരുന്നു. പക്ഷേ നടന്നില്ല. ഇവിടെ വന്നിട്ടാണ് അത് അനുഭവിച്ചത്. പിന്നെ കുറച്ച് നാൾ പുഴുങ്ങിയ ഭക്ഷണം, ഇതെന്തുകൊണ്ടാണ്, ഏതൊക്കെ പൊടി ഏതിലൊക്കെയാണ് ഇടേണ്ടത്, എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഞാൻ എല്ലാ പൊടിയും വരാം. അപ്പോൾ കുക്കിംഗ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ എന്താ പറയുക, വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പകുതി ഒരു ആശ്വാസവും. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ കുക്കിംഗ് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എടുത്തതൊരു മിസ്റ്റേക്ക് ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഹൗസ് ബിൽഡിങ്ങിനിടയിൽ എൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലൊരു സിനിമ ഇറങ്ങില്ലേ, ഞാൻ പ്രകാശൻ, ആ ഒരു മൂവി, അതായത് ഫഹദ് ഫാസിൽ ചെയ്യുന്നൊരു ക്യാരക്ടർ. അപ്പോൾ ആ ഒരു സിനിമയിലൊരു ഡയലോഗ് ഉണ്ട്, അതായത് നേഴ്സ് എന്ന് വയ്ക്കുമ്പോൾ ഫഹദ് ഫാസിൽ പറയുന്നൊരു എക്സ്പ്രഷൻ. നേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ പറയുക, വെള്ള ഡ്രസ്സൊക്കെ ധരിച്ച ഒരു നല്ലൊരു മാലാക എന്നുള്ളൊരു മുഖമാണ്. അപ്പോൾ എനിക്കും ആ ഒരു അപകർഷതാബോധം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കുലം കണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചിട്ട് നേഴ്സ് എന്ന് പറയാൻ നേരത്ത് ആ ഒരു രീതിയിലാണ് മുന്നോട്ട്, എന്താ പറയുക, എനിക്ക് അത്ര സെക്യൂർഡായിട്ട് ഫീൽ ആയിരുന്നില്ല. ജർമ്മനിയിൽ നമ്മൾ പേഷ്യൻസൊക്കെ ഓരോരുത്തർ വിളിക്കുന്നത് ഷ്വെസ്റ്റർ എന്നാണ്, അതായത് സിസ്റ്റർ, നേഴ്സ് എന്നുള്ള മീനിങ്. അപ്പോൾ കുറേ പേർക്ക് പ്രായമുള്ളവരാണല്ലോ, ചിലർ പല അസുഖങ്ങളാണോ അല്ലെങ്കിൽ കാഴ്ചകളാണോ, എന്നെയും ഇടക്കിടക്ക് ഷ്വെസ്റ്റർ എന്നുള്ള രീതിയിൽ വിളിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ചെറിയൊരു കാര്യമാണ്. അപ്പോൾ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എടുത്തത്, ആണുങ്ങൾ നഴ്സിംഗിൽ വരുന്നത് തെറ്റാണോ എന്നുള്ള രീതിയിൽ എനിക്കൊരു അപകർഷതാബോധം ഉണ്ടായിരുന്നു. പക്ഷേ യൂറോപ്പിൽ ആ ഒരു പ്രശ്നമില്ല. അതുകൂടാതെ തന്നെ എനിക്കിപ്പോൾ എന്തുകൊണ്ട് ഇതെടുത്ത് നന്നായി എന്നാണ് തോന്നുന്നത്. കാരണം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പേയ്മെൻറ്റ് അത്യാവശ്യമുണ്ട്. അതുമല്ല, ഭാവിയിലേക്ക് ഇത് ഡിമാൻഡുള്ളൊരു ജോബാണ്. ഡിമാൻഡ് ഇപ്പോഴും ഉണ്ട്, ഒരുപാട് പഠിക്കാനുള്ള അവസരങ്ങളും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും സേഫാണ്. നമ്മളുടെ ഇപ്പോൾ
ഈ ജർമ്മനിയിൽ പെർമനന്റ് റെസിഡൻസ് കിട്ടാനായിട്ട് 3 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്പെഷ്യലി ഇൻ്റഗ്രേറ്റഡ് ആയി എന്നുള്ളൊരു സംഭവം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം ഹൗസ്ഫുള്ളും കഴിയുമ്പോൾ തന്നെ ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യാം പെർമനന്റ് റെസിഡൻസിന്. അപ്പോൾ എന്തുകൊണ്ടും ഈ നഴ്സിംഗ് ഹൗസ്ഫുള്ളും എടുത്തത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ നന്നായി എന്നുള്ളതാണ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു, അതായത് നഴ്സിംഗ് ഹൗസ്ഫുള്ളിങ്ങിന് ചെയ്യാൻ വേണ്ടി വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നും കൂടി ആലോചിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ കുറച്ച് കമൻസ് നെഗറ്റീവ് കമൻസ് ആയിരുന്നു. ചില ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അതായത് ഈ വീഡിയോ ഞാൻ നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഒരു കാരണവശാലും എൻ്റെ മക്കളെ ഞാൻ അങ്ങോട്ട് വിടില്ലായിരുന്നു. അപ്പോൾ അത് നെഗറ്റീവും പോസിറ്റീവും എന്നുള്ള രീതിയില്ല. അപ്പോൾ ഞാൻ ഓർത്തത് നെഗറ്റീവ് ആണോ എന്നുള്ളത്. പക്ഷേ ഞാനത് സത്യസന്ധമായിട്ടാണ് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ആ വീഡിയോനെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ 100% ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ഈ ഒരു ഹൗസ്ഫുള്ളും കൊണ്ടിട്ട് ഞാനൊരു സംഭവം എന്താ പറയുക, ഒരു കോഴ്സ് പഠിക്കുകയും ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അതിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയും അതോടൊപ്പം തന്നെ ഞാനെന്നുള്ളൊരു വ്യക്തി ഡെവലപ്പാകുകയും ചെയ്തു. അതായത് നിങ്ങളുടെ നാടും വീടും ഫാമിലി ഫ്രണ്ട്സ് എല്ലാം വിട്ടുകൊണ്ട് പുതിയൊരു രാജ്യത്തേക്ക് വരികയും പുതിയ ക്ലൈമറ്റ്, പുതിയ ഭക്ഷണം. അപ്പോൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഒരുപാട് സംഭവിച്ചൊരു 3 വർഷമായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾ നാട്ടിലിപ്പോൾ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഹൗസ്ഫുള്ളും ചെയ്യുന്നത് കൊണ്ടിട്ട് നിങ്ങൾക്ക് തുടക്കം ബുദ്ധിമുട്ടായിരിക്കും, അതെന്തിലായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ കണ്ടിന്യൂ ചെയ്യുക, മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുക, ചുറ്റുമുള്ള ആൾക്കാരെ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കുക. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷം, ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളൊരു ദിവസം വരും, അന്ന് നിങ്ങൾക്കും ഇതേ ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്, എടുത്തത് ശരിയായിരുന്നു എന്നുള്ളത്.